ഹമാസ് തീവ്രവാദികളെ ഭൂപരപ്പിൽ നിന്ന് ഉന്മൂലനം ചെയ്ത് ലോകസമാധാനത്തിന് നിർണായകമായ സംഭാവന നൽകാൻ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവൻമരണ പോരാട്ടങ്ങൾ തുടങ്ങിയിട്ട് ഒരു വർഷം പൂർത്തിയാവുകയാണ്. കഴിഞ്ഞ ഒക്ടോബർ 7-ന് അനധികൃതമായി ഇസ്രായേലിലേക്ക് തള്ളിക്കയറിയ ഹമാസ് തീവ്രവാദികൾ 1000-ൽ-പരം ആളുകളെ കൊല്ലുകയും നൂറുകണക്കിന് പേരെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കി ഭൂഗർഭ തുരങ്കങ്ങൾ അടക്കമുള്ള അവരുടെ നിഗൂഢ കേന്ദ്രങ്ങളിൽ പാർപ്പിച്ചിരിക്കുകയുമായിരുന്നു. 11 മാസങ്ങളോളം നീണ്ട ഈ യുദ്ധത്തിൽ 17,000 ഹമാസ് തീവ്രവാദികളടക്കം 1,00,000-ലേറെ പേർ കൊല്ലപ്പെട്ടെങ്കിലും ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാരെ മോചിപ്പിക്കാതെ വെടിനിർത്തില്ലെന്ന് ഇസ്രായേൽ നിലപാടെടുത്തിരുന്നു. അമേരിക്കയുടേതടക്കമുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ വിഫലമായി പോവുകയും ചെയ്തു. ഇപ്പോഴിതാ ബന്ദികളെ കൊണ്ടുപോയി ഹമാസ് നടത്തിയ ക്രൂരവും പൈശാചികവുമായ നരവേട്ടയുടെ നടുക്കുന്ന വിവരങ്ങൾ പുറത്തായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സ്ത്രീകളടക്കമുള്ള ഈ ബന്ദികളിൽ 6 പേരെ ഹമാസ് ക്രൂരമായി കൊല്ലുന്നതിന്റെ വിശദ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗാസയിലെ ടണലിനടുത്ത് കിടക്കുന്ന ഇവരുടെ മൃതദേഹത്തിന്റെ ദൃശ്യങ്ങളും ചിത്രവും ഇസ്രായേൽ സേന പുറത്തുവിട്ടു. തീവ്രവാദികൾ കൊലപ്പെടുത്തിയ 23-കാരനായ ഇസ്രായേൽ US പൗരനായ ഹെർഷ് ഗോൾഡ്ബെർഗ് പോൾ രാത്രി കുടുംബത്തോടൊപ്പം അത്താഴം കഴിച്ച ശേഷം ക്യാമ്പിങ്ങിന് പോകുമ്പോൾ ഫീൽഡ് ഷെൽട്ടറിൽ വെച്ചായിരുന്നു ബന്ദിയാക്കപ്പെടുന്നത്. തീരെ വായുസഞ്ചാരമില്ലാത്ത തുരങ്കങ്ങളിൽ 300-ലധികം ദിവസങ്ങൾ കടുത്ത ജീവൻമരണ പോരാട്ടമാണ് ഇവർ സഹിച്ചത്. എയർവെന്റുകളില്ലാത്ത കഷ്ടിച്ച് 2 ആളുകളുടെ വീതി മാത്രമുള്ള ഇടുങ്ങിയ തുരങ്കത്തിലായിരുന്നു ഇവർ അതിജീവന പങ്കപ്പാടുകൾ നടത്തിയത്. ബന്ദികൾക്ക് നിവർന്നു നിൽക്കാനോ ശ്വസിക്കാനോ കഴിയുമായിരുന്നില്ല. ഇവർക്ക് ഒരു ചെറിയ ജനറേറ്ററിൽ പ്രവർത്തിക്കുന്ന ഫ്ലാഷ് ലൈറ്റിന്റെ മങ്ങിയ വെളിച്ചത്തിന്റെ വെട്ടം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർക്ക് ശാരീരിക ശുചിത്വം നിലനിർത്താൻ ഷവറുകളിലേക്കോ ഭൂഗർഭ ശൗചാലയങ്ങളിലേക്കോ തീവ്രവാദികൾ ഇവരെ പ്രവേശിപ്പിച്ചിരുന്നില്ല. തുരങ്കത്തിനകത്ത് പ്രോട്ടീൻ ബാറുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വളരെ തുച്ഛമായ ആഹാരവും വെള്ളവും മാത്രമായിരുന്നു തടവുകാർക്ക് നൽകിയത്. അതുകൊണ്ട് ഇവരിൽ പലരും മനുഷ്യരൂപം പോലും നഷ്ടപ്പെട്ട് അസ്ഥിപഞ്ജരവും പ്രാകൃതവുമായ അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഈഡൻ യെരുഷാൽമി എന്ന പെൺകുട്ടിയുടെ ശരീരഭാരം കേവലം 80 പൗണ്ടായിരുന്നു. അതായത് വെറും 36 കിലോ മാത്രം. അതിഭീകരമായ സാഹചര്യത്തിലൂടെ കടന്നുപോയ ഇവരുടെ ജീവൻമരണ പോരാട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളായ ചെസ് ബോർഡ്, നോട്ട്ബുക്കുകൾ തുടങ്ങിയവ ഇസ്രായേൽ സേനയ്ക്ക് ലഭിച്ചു. കൊല്ലപ്പെട്ട ഈ ഇസ്രായേലിയ സഹോദരങ്ങൾ തീരെ അവശ്യമായ നിലയിലും തങ്ങളെ വധിക്കാൻ വന്ന ഹമാസ് കൊലയാളികൾക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പുകളും പോരാട്ടങ്ങളും നടത്തി എന്നതിന്റെ ഫോറൻസിക് തെളിവുകളും ഇപ്പോൾ IDF-നെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ബന്ദികളാക്കപ്പെട്ടവരുടെ മോചനത്തിനായി വേണ്ടതെല്ലാം ഇസ്രായേൽ ചെയ്തെങ്കിലും പൈശാചികമായ പീഡനങ്ങൾക്കൊടുവിൽ ക്രൂരമായ മരണത്തിന് കീഴടങ്ങാനായിരുന്നു അവരുടെ വിധി. ഇവരുടെയെല്ലാം മോചനത്തിനായി പ്രാർത്ഥിച്ചവർ ഇപ്പോൾ തേങ്ങിക്കരയുകയാണ്. ഹൃദയഭേദകമായ കാഴ്ചകൾ കാണാനാകാതെ പലരും പൊട്ടിക്കരഞ്ഞ് വികാരപരമായി പ്രതികരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ട് മറ്റുള്ളവരും പൊട്ടിക്കരയുകയാണ്. നിരപരാധികളെ മനുഷ്യകവചമാക്കി ആക്രമിച്ചു രസിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളെപ്പോലെയല്ല ഇസ്രായേൽ. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും തങ്ങളുടെ പൗരന്മാരുടെ പ്രാണൻ സംരക്ഷിക്കുമെന്ന് ഉറപ്പിച്ചിറങ്ങിയവരാണ് അവർ. ആ ഇസ്രായേലാണ് ഈ കാഴ്ചകൾ കണ്ട് ഇപ്പോൾ പൊട്ടിക്കരയുന്നത്. എന്തായാലും കനത്ത തിരിച്ചടികൾക്ക് തന്നെയായിരിക്കും ഇനി ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കൊല്ലപ്പെട്ട 37 പേരെ കൂടാതെ ഹമാസ് തട്ടിക്കൊണ്ടുപോയവരിൽ 97 ബന്ദികൾ ഇപ്പോഴും ഗാസയിൽ അവശേഷിക്കുന്നുണ്ടെന്ന് IDF വിശ്വസിക്കുന്നു. അവരെ കൂടെ രക്ഷിക്കുന്നതുവരെ മാത്രമേ ഇസ്രായേലിന്റെ മെല്ലെപ്പോക്ക് നയം ഉണ്ടാകൂ എന്നും ഉറപ്പാണ്.